താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ദൈവപ്രവൃത്തിയുടെ സൗന്ദര്യം അത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ പാടാ. പ്രാർത്ഥിച്ച് മറുപടി പ്രാപിച്ചവൻ അറിയാതെ പറയും, ഓ അതൊരു സന്തോഷമാണ്. അപ്പോൾ ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാക്കുവാൻ പാട്? അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. യുദ്ധമുഖത്തെന്ന പോലെ ജയിച്ചു വരുന്നവന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. യുദ്ധമുഖത്തായിരിക്കുന്ന പട്ടാളക്കാരൻ്റെ മനോഭാവം, രാജ്യസ്നേഹമുണ്ട്, എല്ലാം ശരിയാണ്, എങ്കിലും അവന് കുടുംബം, അവൻ്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഒരുപാട് പേരുള്ളത്. അതുകൊണ്ട് തന്നെ യുദ്ധമുഖത്ത് ചിന്തിക്കും. യുദ്ധത്തിൻ്റെ കഠിനതയേറുമ്പോൾ വിചാരിച്ചിരുന്നുവെങ്കിൽ, ആര്? രാജ്യം വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു. എങ്കിൽ ഞാൻ ഇങ്ങനെ ഈ അനിശ്ചിതത്വത്തിന് മരണം മുൻപിൽ കാണുന്ന അവസ്ഥയിൽ ആയിരിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഈ ഒരു ചിന്ത നമ്മുടെ പ്രൈസർ ഫാമിലിക്കൊപ്പം ഒത്തിരി പട്ടാളക്കാരുണ്ട് കേട്ടോ. അവരുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ ആ ഒരു ധാരണയിൽ പറഞ്ഞതാ. അപ്പോൾ ഇങ്ങനെയാ. പക്ഷെ യുദ്ധം ജയിച്ചു തിരിച്ചു വരുമ്പോൾ ഈ ചിന്ത ഇതൊന്നും അവിടെ എത്തത്തില്ല. കാരണം അതിലും വലിയ പ്രിവിലേജാണ് രാജ്യം അവർക്ക് നൽകുന്നത്. ഒരു യുദ്ധത്തിൽ ജയിച്ച പട്ടാളക്കാർക്ക് രാജ്യം നൽകുന്ന പ്രിവിലേജസ്, പേര്, വീരന്മാർ, പല പല മെഡൽസ്, പല നിലയിലുള്ള സൗജന്യമല്ല, രാജ്യം നൽകുന്ന ആദരവാണ് കേട്ടോ അത്. ഇങ്ങനെ യുദ്ധം ജയിച്ചു വരുന്നവൻ അവൻ ആ ജയത്തിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അത് ആ പട്ടാളക്കാരനായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതുപോലെയാ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്ട്രഗിൾ ചെയ്യുക. അപ്പോൾ ആ ബ്യൂട്ടി തിരിച്ചറിയുവാൻ പാടാ. എന്നാൽ മറുപടി കിട്ടുമ്പോൾ ഇനി വേറൊരു വശം കൂടെ ഉണ്ട്. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത്ര വലിയ ബ്യൂട്ടി ആയിരിക്കണമെന്നില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാം ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ ആ വിഷയങ്ങൾക്ക് ഇപ്പോൾ രോഗിയായിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്, രോഗസൗഖ്യം. നിങ്ങൾ ചോദിക്കും, അതിലെന്തോ ദൈവദാസന് ഇത്ര വലിയ? ചിലർ കടത്തിലായിരിക്കും, കടത്തിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവം കടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ ദൈവദാസനെ അതിലിത്ര? ചോദിക്കത്തില്ലേ? തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഇങ്ങനെ പല പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കുന്നു, മറുപടി കിട്ടുന്നു, അതിലെന്താ ഇത്ര വലിയ? അല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടിയായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല, ഓരോ പ്രാർത്ഥനയിലൂടെയും ദൈവം നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഭക്തന് കാലാകാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത് ബ്യൂട്ടിയാണ്. ആമേൻ. അതേക്കുറിച്ചാണ് പറഞ്ഞത്. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അങ്ങനെ ഒരു ഭക്തന് ദൈവം നൽകാമെന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭക്തനാരെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതെ, സംശയം വേണ്ട, ആബ്രഹാം തന്നെ. ആബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ ഭക്തനായിരിക്കുമെങ്കിൽ. എങ്ങനെയാ ഭക്തനായിരിക്കുന്നത്? ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് സഞ്ചരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അവനാണ് ഭക്തൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ, ഞങ്ങൾക്ക് എങ്ങനെയാണ് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ കഴിയുക? നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ, വചന ധ്യാനത്തിലൂടെ അവൻ്റെ ഇഷ്ടം പ്രവർത്തിച്ച് അവനൊപ്പം സഞ്ചരിക്കുവാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഭക്തന്മാരായി തീരും. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്ന ആ കാര്യം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഓക്കെ, നല്ലത്. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. അതെ, വീണ്ടും നല്ലത്. എന്നാൽ എനിക്ക് പറയാനുള്ളത് അടുത്ത പോയിന്റിനെ കുറിച്ചാണ്. നീ ഒരു അനുഗ്രഹമായിരിക്കും. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ആബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ എൻ്റെ പിന്നാലെ ഒരു ഭക്തനായി സഞ്ചരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. പ്രാർത്ഥനയോടെ വചനം ധ്യാനിച്ച് ദൈവത്തിനൊപ്പം സഞ്ചരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം നിങ്ങൾക്ക് തരുന്നു. ഒന്നാമത്തെ പാർട്ട്, വലിയ എന്താണ് എന്ന് ചോദിക്കുന്ന ആ സംഭവം അവിടെ തീരുന്നു. ഇനി വലിയൊരു സംഭവമാണ് ദൈവം ചെയ്യുവാൻ പോകുന്നത്. മനോഹരമായൊരു കാര്യമാണ് ദൈവം ചെയ്യുവാൻ പോകുന്നത്
എന്നുള്ളത് രണ്ടാമത് ഞാൻ പറഞ്ഞ ആ വാക്യത്തിലുണ്ട്. നീ ഒരു അനുഗ്രഹം ആയിരിക്കും, നിന്നെ അനുഗ്രഹിക്കുകയും നീ തന്നെ ഒരു അനുഗ്രഹം ആയിരിക്കുകയും ചെയ്യും. അതേ പ്രിയരെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചായിരിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. തീർന്നില്ല, നിങ്ങൾ തന്നെ ഒരു അനുഗ്രഹമായിരിക്കും ഒത്തിരി പേർക്ക്. എന്നെ ദൈവം അനുഗ്രഹിച്ചു. തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു ഞാൻ ഒരു സമയത്ത്. നല്ലതുപോലെ മദ്യപിക്കുമായിരുന്നു. ഈ മെസ്സേജുകൾ കേൾക്കുന്നവർക്കറിയാം, ഞാൻ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ രീതിയിൽ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. മദ്യപിക്കുന്ന പല സഹോദരന്മാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ദൈവദാസനെ നിങ്ങൾ മദ്യപിച്ച പോലെ അല്ല. ഞാൻ ചിരിയോടെ അവരോട് പറയാറുണ്ട്, സഹോദര, 1 ലിറ്റർ കിട്ടുന്ന ഒരു കുപ്പി മദ്യം ഒരു 10:30 മണിയാകുമ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വീട്ടിനകത്ത് വന്നാൽ രാത്രി ഏകദേശം 2:30 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് അത് കുടിച്ചു തീർന്നിട്ടേ കിടക്കൂ. അങ്ങനെ ഒരു സമയം എനിക്കുണ്ടായിരുന്നു. പറഞ്ഞു കൊടുക്കുന്നതാ, നിങ്ങളോടല്ല. വേണമെങ്കിൽ എടുത്തോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ടോയ്ലറ്റും ആ ടോയ്ലറ്റിൽ ക്ലോസറ്റിനോട് ചേർന്നൊരു ഫ്ലഷ് ടാങ്കും കാണുമല്ലോ. ആ ഫ്ലഷ് ടാങ്കിൻ്റെ ഉപയോഗം എന്താ? ആ വെള്ളം ഫ്ലഷ് ചെയ്യുക, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക. എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഫ്ലഷ് ടാങ്ക്. അതിൻ്റെ ഉപയോഗം ആരും കാണാതെ മദ്യം സൂക്ഷിച്ചു വയ്ക്കുക. ഒരു ബ്യൂറോ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ലോക്കറായിരുന്നു, മദ്യം സൂക്ഷിച്ചു വയ്ക്കുവാനുള്ള ഒരു ലോക്കർ. അങ്ങനെയുള്ള ഒരു മദ്യപാനിയായിരുന്നു ഞാൻ. എന്നെ ദൈവം അനുഗ്രഹിച്ചു. മീൻസ് എന്നെ മദ്യപാനത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നു. ഒരു സാധാരണ കാര്യം, പ്രാർത്ഥിക്കുന്ന ഭക്തന് കിട്ടുന്ന സാധാരണ കാര്യം. തീർന്നില്ല, ഒത്തിരി മദ്യപാന്മാരെ മദ്യപിക്കുന്ന അവസ്ഥയിൽ നിന്ന് നരകതുല്യമായ ജീവിതം നയിച്ചു കുടുംബത്തിന് കണ്ണുനീരും നിരാശയും വേദനയുമായി തീർന്ന അവസ്ഥയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ കർത്താവ് പ്രയോജനപ്പെടുത്തി. മീൻസ് അവർക്ക് ഞാനൊരു അനുഗ്രഹമായി. ദൈവം എന്നെ മദ്യപാനത്തിൽ നിന്ന് വിടുവിച്ച് അനുഗ്രഹിച്ചു. അനേകർക്ക് അനുഗ്രഹമാകുവാൻ തക്കവണ്ണം അവരെ വിടുവിക്കുവാൻ ദൈവം എന്നെ പ്രയോജനപ്പെടുത്തി. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ദൈവം വിടുവിക്കുന്നു അഥവാ ദൈവം അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിടുതൽ അനേകർക്ക് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം, നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം നിങ്ങളിലൂടെ അനേകരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. ആമേൻ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കും. എൻ്റെ കുഞ്ഞ് ജന്മനാൽ തന്നെ രോഗത്തോടെ ജനിച്ചു. 3 ദിവസം ആയുസ് പറഞ്ഞു, പ്രാർത്ഥിച്ചു, കരഞ്ഞു, നിലവിളിച്ചു. ദൈവം മറുപടി നൽകി. സാധാരണ കാര്യം. എത്രയോ തവണ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇങ്ങനെയുള്ള മരണകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. എന്നാൽ തീർന്നില്ല, ദൈവം എൻ്റെ തലമുറയെ സൗഖ്യമാക്കി. മീൻസ് എന്നെ അനുഗ്രഹിച്ചു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുവാൻ, അതെ, അവരുടെ അനുഗ്രഹമായി മാറുവാൻ കർത്താവ് എന്നെ ഒരുക്കി. കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, അനേകർക്ക് അനുഗ്രഹമാക്കി എന്നെ മാറ്റി. അനുഗ്രഹിച്ചു, അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റി. അതാ ബ്യൂട്ടി. ഓ സ്തോത്രം. പ്രവൃത്തിയുടെ മനോഹരത്വം അതാണ്. ഒരിക്കൽ തകർന്നു പോകുമായിരുന്ന എൻ്റെ കുടുംബജീവിതത്തെ കർത്താവ് എനിക്ക് തിരികെ നൽകി സന്തോഷത്തോടെ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുമായി ജീവിക്കുന്നു. അനുഗ്രഹം അല്ലേ? അനുഗ്രഹം. അങ്ങനെ ഒരു അനുഗ്രഹം പ്രതീക്ഷിച്ച് എന്നെ കേൾക്കുന്നവരുണ്ട്. സഹോദരി, സഹോദര, ആ അനുഗ്രഹം നീ പ്രാപിക്കുവാൻ പോകുക. യെസ്, സന്തോഷത്തോടെ നീ നിന്റെ ഭാര്യയോടൊപ്പം മക്കൾക്കൊപ്പം ജീവിക്കുവാൻ പോകുക. യെസ് സഹോദര, സഹോദരി, നീ നിന്റെ ഭർത്താവിനൊപ്പം നിന്റെ മക്കൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുവാൻ പോകുക. തീർന്നില്ല, അതൊരു പാർട്ട് മാത്രമേ ആകുന്നുള്ളൂ. ഇപ്പുറത്ത് തകർന്നുപോയ ഒത്തിരി ജീവിതങ്ങളെ പടുതുയർത്തുവാൻ, ഒത്തിരി ജീവിതങ്ങളുടെ അനുഗ്രഹമാക്കി ദൈവം എന്നെ മാറ്റി. പലരും വിളിച്ചു, ദൈവദാസനെ, നിങ്ങളിലൂടെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. നിങ്ങളെ പരിചയപ്പെട്ടതാണ്, പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്തതാണ്. ഞങ്ങളുടെ ക്രെഡിറ്റ് അല്ല കേട്ടോ, ദൈവത്തിന്റെ കൃപ. അപ്പാ നന്ദി കർത്താവേ. അങ്ങനെ പറയുന്നു. അർത്ഥം, ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം അനേകർക്ക് അനുഗ്രഹമാക്കി ഞങ്ങളെ മാറ്റി. അതേ സഹോദര, സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതെനിക്കൊരു സാധാരണ വിഷയമാണ്. എന്നാൽ നീ അനേകർക്ക് അനുഗ്രഹമായി മാറും. ഒരിക്കൽ ഒരു സഹോദരൻ പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിച്ചു. ഈ കൊറോണ കാലത്ത് ഒരു വലിയ സ്ഥാപനം പൂട്ടിപ്പോയി. പ്രിയ സഹോദരൻ ഉൾപ്പെടെ ഒത്തിരി പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. വല്ലാത്ത മാനസികാവസ്ഥയിലായി. ആ മാനസികാവസ്ഥയെക്കുറിച്ച് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു നൽകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സഹോദരൻ വിളിച്ചു, ദൈവദാസനെ, ജോലിയില്ല, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ആത്മഹത്യ ചെയ്യേണ്ടി വരും. അയ്യോ, വല്ലാത്തൊരവസ്ഥ.
അപ്പോൾ ആ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ചില ദിവസങ്ങൾക്ക് ശേഷം ആ സഹോദരൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവദാസനെ ഒത്തിരി ജോലികൾക്ക് വേണ്ടി ശ്രമിച്ചു, പക്ഷേ ഒരിടത്തും ജോലി കിട്ടുന്നില്ല. പക്ഷേ സന്തോഷിക്കുവാൻ ഒരു വകയുണ്ട്. അടഞ്ഞു കിടന്ന ഒരു കടമുറി എനിക്ക് തരാമെന്ന് പറഞ്ഞു. വാടകയൊന്നും വേണ്ട, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞ് എന്നെ അറിയുന്ന ഒരാൾ തരാമെന്ന് പറഞ്ഞു. അതൊരു സന്തോഷത്തിൻ്റെ കാര്യമാണ്. ആ സഹോദരൻ പറഞ്ഞു, ദൈവദാസനെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥന കൂടെയുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ച് ആ സ്ഥാപനം തുടങ്ങുക. ഞാൻ പറഞ്ഞു, വലിയ രീതിയിലൊന്നും നിങ്ങൾ തുടങ്ങരുത്, ചെറിയ രീതിയിൽ നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതം കൊണ്ടുപോകുവാൻ തക്ക വിധത്തിൽ തുടങ്ങുക. ആ സഹോദരൻ അത് കേട്ടു, പ്രാർത്ഥിച്ച് ആ സ്ഥാപനം തുടങ്ങി. ദൈവം ആ സഹോദരനെ ആ കൊറോണയുടെ 2ാമത്തെ സീസൺ കഴിഞ്ഞ സമയം മുതൽ ആ സ്ഥാപനത്തിലൂടെ അനുഗ്രഹിക്കുവാൻ തുടങ്ങി. ഇതൊരു സാധാരണ വിഷയമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ആ സഹോദരനോടൊപ്പം ജോലി നഷ്ടപ്പെട്ട ഒത്തിരി പേരിൽ 5 പേർക്ക് ഇന്ന് ആ സഹോദരൻ ആ സ്ഥാപനത്തിൽ ജോലി കൊടുത്തിട്ടുണ്ട്. അർത്ഥം ആ 5 പേർക്ക് പ്രിയ സഹോദരൻ ഒരു അനുഗ്രഹമായി. പ്രിയ സഹോദരനെ ദൈവം അനുഗ്രഹിച്ചു. ആ 5 പേർക്ക് പ്രിയ സഹോദരൻ ഒരു അനുഗ്രഹമായി. ദൂതാണ്, നിന്നെ ദൈവം അനുഗ്രഹിക്കും, നീ ചിലർക്കൊരു അനുഗ്രഹമായി തീരും. സഹോദര സഹോദരി കേൾക്ക്, നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ സംരംഭം ചെറുതാകട്ടെ, അത് വലുതാകട്ടെ, അവിടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നോ ഡൗട്ട്. ഇന്നായിരിക്കുന്ന ആ ബാധ്യത കണ്ട് ഭയപ്പെടേണ്ട, പരാജയം കണ്ട് നിരാശപ്പെടേണ്ട. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആ സ്ഥാപനത്തെ അനുഗ്രഹിക്കും. അവിടെ ബിസിനസ് ഉണ്ടാകും. ആ സ്ഥാപനത്തിലൂടെ നീ അനുഗ്രഹിക്കപ്പെടും. അവിടെ നന്മ ഉണ്ടാകും. അതേ അനേകർക്ക് അനുഗ്രഹമായി നീ മാറുകയും ചെയ്യും. ഓ താങ്ക് ഗോഡ്. ആമേൻ. സഹോദര, ആ ജോലി സ്ഥലത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇന്നത്തെ ഈ അവസ്ഥ മാറും, ജോലിയില്ലായ്മ മാറും. അതിനകത്ത് ശത്രുക്കൾ എഴുന്നേറ്റ് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിനക്ക് പ്രതിസന്ധികൾ സൃഷ്ടിച്ച് ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് ഓടിച്ചു വിടുവാൻ തക്കവണ്ണം പദ്ധതികൾ ഒരുക്കുന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്നെ തകർക്കുവാനും നിന്നെ ഓടിക്കുവാനും പലപ്പോഴും നീ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ ഇതിന് മാത്രം ഞാൻ എന്തു ചെയ്തു? നീ എന്തെങ്കിലും ചെയ്തിട്ടല്ല, ഞാൻ പറയട്ടെ, എന്തെങ്കിലും ചെയ്തിട്ടല്ല. അപ്പോൾ ചോദിക്കുക, എന്താ ദൈവദാസനെ ഇവരൊക്കെ ഇങ്ങനെ, ഇവർ അങ്ങനെ ആകുവാൻ, അതായത് നിനക്ക് വിരോധമായി നിൽക്കുന്നവർ അങ്ങനെ ആകുവാൻ കാരണം അവർക്ക് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ആ പൈശാചിക മണ്ഡലത്തെ നിയന്ത്രിക്കുന്ന ഒരു പിശാചുണ്ട്. ആ പിശാചിന് ഒരു കാര്യം അറിയാം, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നുള്ളത് മാത്രമല്ല, അത് നിനക്കും അറിയാമല്ലോ. വിശ്വസിക്കുന്നുണ്ടല്ലോ, വിശ്വസിച്ചോ, അതങ്ങനെ സംഭവിക്കും. എന്നാൽ നിന്നെ അനുഗ്രഹിക്കുന്നതിനോടൊപ്പം നീ അനേകർക്കൊരു അനുഗ്രഹമായി മാറും. നോ, ഒരിക്കലും പിശാച് അത് സമ്മതിക്കത്തില്ല. അതേ പിശാച് അത് തിരിച്ചറിയുന്നത് കൊണ്ട് നീ അനേകർക്കൊരു അനുഗ്രഹമായി മാറുമെന്ന് പിശാച് തിരിച്ചറിയുന്നത് കൊണ്ട് ആ ജോലി മേഖലയെ തകർത്ത് കളയുവാൻ, ആ വരുമാന മേഖലയെ തകർത്ത് കളയുവാൻ പിശാച് വട്ടം ചാടുന്നു. അതേ, അതിനെ തകർത്ത് കളയുവാൻ പിശാച് പദ്ധതി ഒരുക്കുന്നു. ആ പിശാചിന്റെ പദ്ധതികൾ നസ്രനായ യേശുവിൻ നാമത്തിൽ ഇന്ന് തകർക്കപ്പെടുക. തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ വിട്ടുപോകുക. ആമേൻ. നീ ഒരു അനുഗ്രഹമാകും. നിന്നെ അവിടെ അനുഗ്രഹിച്ച് നിന്റെ തലമുറകൾക്ക് നീ അനുഗ്രഹമാകും. നിന്റെ കുടുംബത്തിന് നീ അനുഗ്രഹമാകും. ഓ, ഇന്നതൊരു വേദനയാണ്. ജോലിയിൽ എത്ര നാളായി, അല്ലേ സഹോദര, അല്ലേ സഹോദരി, നല്ലൊരു ജോലി ഇല്ല. മറ്റുള്ളവർക്ക് അനുഗ്രഹമാണോ? അല്ല. നീ പ്രാപിക്കുന്നില്ല, അവർ നിരാശയിലാണ്, വേദനയിലാണ്. വല്ലാത്തൊരവസ്ഥയാണ്. അവർക്ക് നീ അനുഗ്രഹമായി മാറുവാൻ പോകുക. അതിന് തക്കവണ്ണം കർത്താവ് വഴി തുറക്കിയേ. ഓ താങ്ക് ഗോഡ്. വട്ടം നിൽക്കുന്ന പിശാചിനെ തകർത്ത് കർത്താവ് നിനക്ക് വഴി തുറക്കിയേ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വഴി തുറക്കപ്പെടുക. അവൻ സഹോദരി, നിന്റെ കുടുംബജീവിതത്തെ, അതെ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നീ പ്രതീക്ഷിക്കുന്ന ആ വിടുതൽ അനുഗ്രഹമായി കർത്താവ് നൽകി നിന്നെ മാനിക്കും. നോ ഡൗട്ട്. ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ ഒരു ആമേൻ പറയും. സാഹചര്യം എന്തുവായിക്കൊള്ളട്ടെ. അയ്യോ ദൈവദാസനെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. എൻ്റെ ഭർത്താവിൻ്റെ നിന്ന് ഒത്തിരി അകന്നു പോയി. അവൻ അവളുടെ കസ്റ്റഡിയിലാണ്, അവൻ മദ്യത്തിൻ്റെ കസ്റ്റഡിയിലാണ്, അവൻ ആ കൂട്ടുകാരുടെ കസ്റ്റഡിയിലാണ്, അവൻ ഇന്ന ആൾക്കാരുടെ കസ്റ്റഡിയിലാണ്, ചില ബന്ധുക്കളുടെ കസ്റ്റഡിയിലാണ്. സഹോദരി, നീ കരയുക. നിന്റെ കസ്റ്റഡിയിലായിരിക്കുവാനുള്ള അതങ്ങനെ ആയിരിക്കണം കേട്ടോ. ഭർത്താവിൻ്റെ കസ്റ്റോഡിയൻ ഭാര്യ ആയിരിക്കണം, ഭാര്യയുടെ കസ്റ്റോഡിയൻ ഭർത്താവായിരിക്കണം. നാട്ടിൽ കിടക്കുന്ന അവനും അവളും ആ
അവക്കും അവനും എന്ത് പേരുണ്ടെങ്കിലും അവരാകരുത് കസ്റ്റോഡിയൻ. യെസ്, അവരാകരുത് കസ്റ്റോഡിയൻ. അങ്ങനെ പലരും നിന്റെ ഭർത്താവിൻ്റെ കസ്റ്റോഡിയൻ ആയിരിക്കുന്നു. അതുകൊണ്ട് സാധ്യതയില്ല, നടക്കത്തില്ല. നോ, എൻ്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. യെസ്, ആമേൻ. അതങ്ങനെ സംഭവിക്കുക. നിന്റെ ഭർത്താവായി അവൻ മടങ്ങി വരിക. അങ്ങനെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. താങ്ക് ഗോഡ്. ദൈവം നിന്നെ വിടുവിച്ച് നിന്റെ ഭർത്താവിനെ മടക്കി വരുത്തി തകർന്നുകൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബജീവിതത്തെ പണിത് സംശയരോഗിയായ നിന്റെ ഭർത്താവിനെ നിന്നെ സ്നേഹിക്കുന്നവനാക്കി. അതേ സഹോദര, സംശയരോഗിയായ നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കുന്നവളാക്കി, അവളുടെ കസ്റ്റോഡിയനാക്കി എൻ്റെ കർത്താവ് നിന്നെ മാറ്റും. ഇതൊരു സാധാരണ സംഭവം. ഭക്തന്റെ ലൈഫിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യം. എന്നാൽ ആ ബ്യൂട്ടി, വിടുതലിന്റെ ബ്യൂട്ടി, എനിക്ക് അതേക്കുറിച്ചാണ് പറയാനുള്ളത്. ദൈവപ്രവൃത്തിയുടെ ബ്യൂട്ടി എന്താണ്? ചോദിക്കുക, എന്താ ദൈവദാസനെ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചോദിക്കുക, എന്താ ദൈവദാസനെ? ദൈവപ്രവൃത്തിയുടെ ബ്യൂട്ടി, ദേശത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന അനേക ജീവിതങ്ങൾ നിങ്ങൾ മുഖാന്തരം പണിയപ്പെടും. സത്യമായും പണിയപ്പെടും. നിങ്ങളുടെ ജീവിതം പണിയപ്പെടുമെങ്കിൽ, നിങ്ങളൊരു വിശ്വാസികളാണെങ്കിൽ, ഇന്ന് പരിഹസിക്കുകയും കളിയാക്കുകയും പള്ളിയിൽ പോകുമ്പോൾ ഉപവസിക്കുമ്പോൾ പരിഹസിക്കുന്ന അവരുടെ തോന്നിയവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുവാൻ നിന്നെ വിളിക്കുമ്പോൾ നീ പോകാതിരിക്കുമ്പോൾ നിന്നെ പരിഹസിക്കുന്ന അവരുണ്ടല്ലോ, അവരങ്ങനെ പരിഹസിക്കുവാൻ കാരണം അവരുടെ പിന്നിൽ വ്യാപരിച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലവും അതിൻ്റെ തലവനായ പന്നപ്പിശാചും. അതെ, എങ്കിലും മനുഷ്യരായി അവർ നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കും. സഹോദര, സഹോദരി, നിങ്ങൾ എവിടെയും പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ഭക്തനാണെങ്കിൽ, നിങ്ങളെ അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കും. കാരണം നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ പലതും അവരുടെ ജീവിതത്തിൽ ഉണ്ട്. അതേന്നെ, അവരുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ പലതുമുണ്ട്. അതിനൊരു പരിഹാരം നീ കണ്ടെത്തിയാൽ അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. നോക്കിക്കൊണ്ടിരിക്കുന്നവർ ഒരു ദിവസം കാണും ദൈവം നിന്നെ വിടുവിക്കുന്ന ആ അത്ഭുത പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആമേൻ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നീ അവരുടെ അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം അവർ നിന്നിലൂടെ നിന്റെ ദൈവത്തെ അറിയും. ഇങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാനുള്ളത്. യെസ്, യേശുവിൻ നാമത്തിൽ നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടാകണം. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നാട്ടുകാർ അറിയണം. നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ, നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ, നിങ്ങളുടെ ജീവിത രീതിയിലൂടെ. അല്ലാതെ ഉടുപ്പിട്ടത് കൊണ്ടോ, മീശ പിടിച്ചത് കൊണ്ടോ, സ്റ്റേജിൽ കയറി പ്രസംഗിച്ചത് കൊണ്ടോ അങ്ങനെയല്ല നിങ്ങളെ ഒരു ഭക്തനായി ലോകം അറിയുവാനുള്ളത്. നിങ്ങൾക്കൊപ്പമുള്ളവർ അറിയുവാനുള്ളത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ അറിയണം, നിങ്ങളുടെ സംസാരത്തിൽ അറിയണം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് കൈ നീട്ടുന്നവർ, ഒന്ന് പറഞ്ഞ് രണ്ടും പറഞ്ഞ് മൂന്നും പറഞ്ഞ് നാലും പറയുമ്പോഴും ചിരിയോടെ നിൽക്കുന്ന നിങ്ങളെ കണ്ട് അവരറിയണം ഇവനൊരു വിശ്വാസിയാണ്. താങ്ക് ഗോഡ്. ആമേൻ. അറിയണം, ലോകം അറിയണം നിങ്ങളൊരു വിശ്വാസിയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അനേകരുടെ അത്ഭുതമായി മാറും. അതേ സഹോദരി, നിന്നിലൂടെ തകർന്നുകൊണ്ടിരിക്കുന്ന അനേക കുടുംബജീവിതങ്ങൾ പണിതുയർത്തപ്പെടും. യെസ്, പണിതുയർത്തപ്പെടും. മാധവേ, നിന്റെ തലമുറകളെ വിടിവിച്ച്, നിന്റെ തലമുറകളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന്, നിന്റെ തലമുറകളായിരിക്കുന്ന ബാധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവരെ വിടുവിച്ച് ദൈവം നിന്നെയും നിന്റെ തലമുറകളെയും അനുഗ്രഹിക്കും. ഇത് നീ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതെന്റെ ദൈവം ചെയ്യും. കാലാകാലങ്ങളായി ഭക്തന്മാരുടെ ജീവിതത്തിൽ അവനത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. മാതാവേ, പിതാവേ, ഇന്ന് എൻ്റെ ദൈവം നിന്റെ തലമുറകളെ അനുഗ്രഹിക്കും. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവർക്ക് വിദ്യാഭ്യാസം നൽകി അനുഗ്രഹിക്കും, അവർക്ക് ജയം നൽകി അനുഗ്രഹിക്കും. അവർ കാത്തിരിക്കുന്ന റിസൾട്ട് എൻ്റെ ദൈവം നൽകുവാൻ പോകുക. അവർക്ക് മുമ്പിൽ വഴികളെ തുറന്നു നൽകി ദൈവം അവരെ അനുഗ്രഹിക്കും. അവരായിരിക്കുന്ന മോശം സാഹചര്യത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് ദൈവം അനുഗ്രഹിക്കും. ആ കൂട്ടുകെട്ടുകളെ തകർത്ത് എൻ്റെ ദൈവം അവരെ അനുഗ്രഹിക്കും. അവരെ സൗഖ്യമാക്കി എൻ്റെ ദൈവം അവരെ അനുഗ്രഹിക്കും. ഭവനത്തിനകത്തു നിന്ന് പുറത്തിറക്കി എൻ്റെ ദൈവം അവരെ അനുഗ്രഹിക്കും. നോ ഡൗട്ട്. പ്രിയമാതാവേ, പിതാവേ, നിങ്ങൾ കരയുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആയതുകൊണ്ട് അത് ദൈവം നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും. തീർന്നില്ല. എനിക്ക് പറയുവാനുള്ള സന്തോഷം, നിങ്ങളിലൂടെ അനേക തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. മീൻസ് അവരുടെ അനുഗ്രഹമാക്കി ദൈവം നിങ്ങളെ മാറ്റുവാൻ പോകുക. നിങ്ങളുടെ തലമുറകൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ കണ്ട് അവരായിരിക്കുന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അവർ നിങ്ങളിലേക്ക് ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. കാരണം
നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ കാരണമായിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ അവരുടെ വീട്ടിനകത്തും ഓടിക്കൊണ്ടിരിക്കുന്നു. പലരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. തലമുറകൾ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു. ശക്തനായ പിശാച് അനുസരണക്കേടിൻ്റെ ആത്മാവിനാൽ തലമുറകളെ പിടിച്ചു വലിച്ചു പുറത്തു കൊണ്ടുപോകുന്നു. സത്യമല്ലേ? അനുസരണക്കേട്. തലമുറകൾ അനുസരണക്കേടിനാൽ പിടിക്കപ്പെടുന്നു. പിന്നെ തോന്നിയ പാടുള്ള ജീവിതമാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ അങ്ങനെയുള്ള അനേക മക്കളെ അങ്ങനെയുള്ള അനേക മക്കൾക്ക് അനുഗ്രഹമാക്കി ദൈവം നിന്നെ മാറ്റും. നീ അനേക കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി മാറും. നിന്റെ കരച്ചിൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചു നിർത്തുമ്പോൾ നീ കാരണം അനേക ഭവനങ്ങളുടെ കണ്ണുനീർ തോരുവാൻ പോവുക. അനേക കുടുംബങ്ങൾക്ക് ദൈവം നിന്നെ അനുഗ്രഹമാക്കി മാറ്റും. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഇങ്ങനെ പ്രൈസർ ഫാമിലി വളരുന്നു. ഇതാണ് ഞങ്ങൾക്ക് കർത്താവ് തന്ന കാഴ്ചപ്പാട്. ഞങ്ങൾ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നു, പ്രാപിക്കുന്നു, സന്തോഷം തീർന്നില്ല. ഞങ്ങൾ പറയും, കർത്താവെ പോരാ പോരാ, അങ്ങനെയല്ലല്ലോ നീ എനിക്ക് തന്നത്, എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. ഞാൻ മുഖാന്തരം പിന്നെയും അനേകർ അനുഗ്രഹിക്കപ്പെട്ടില്ലേ? വാഗ്ദത്തം തന്നെ. അതുപോലെ പ്രാർത്ഥിച്ചു പ്രാപിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് അനുഗ്രഹമായി മാറണം. നിങ്ങൾ എവിടെയും ആയിക്കൊള്ളട്ടെ. എന്നെ കേൾക്കുന്ന പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന പലരെയും നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ. നിങ്ങളൊരു പക്ഷേ മെസ്സേജിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ നേരിട്ട് സംസാരിക്കാത്തവരുണ്ട്. എങ്കിലും എൻ്റെ ശബ്ദത്തിനൊപ്പമായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അറിയുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊക്കെയും നിങ്ങൾക്കൊപ്പമുള്ളവരുടെ അനുഗ്രഹമായി മാറണം. നിങ്ങളെ സൗഖ്യമാക്കി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. രോഗിയായി ഭാരപ്പെടുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്, ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. യഹോവ റാഫ, അർത്ഥം അവൻ സൗഖ്യമാക്കുന്നവൻ. താങ്ക് ഗോഡ്, അവൻ സൗഖ്യമാക്കുന്നവൻ. ഞാൻ പറയും, ഇതൊരു സാധാരണ വിഷയമാണ്. ദൈവം സൗഖ്യമാക്കും. അതെ, ഇതൊരു സാധാരണ വിഷയമാണ്. ആ സാധാരണ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, നിനക്കൊപ്പം ആ ആശുപത്രി വരാന്തയിൽ കരഞ്ഞിരിക്കുന്നവൻ നീ മുഖാന്തരം വിടുതൽ എന്ന അത്ഭുതം അനുഭവിക്കുവാൻ പോകുക. യെസ്, വിടുതൽ എന്ന അനുഗ്രഹം അനുഭവിക്കുവാൻ പോകുക. നിനക്കൊപ്പം നിന്നെ പരിചയമുള്ള, നീ അറിയുന്ന, കരയുന്ന ഒത്തിരി രോഗികൾ സൗഖ്യമാകുവാൻ പോകുക. അവർ നിന്റെ ദൈവത്തെ വിളിച്ച് സൗഖ്യമാകുവാൻ പോകുക. അതിന് തക്കവണ്ണം ആമേൻ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹമായി മാറുക. നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുന്നു. സിമ്പിൾ. അതൊക്കെ നടക്കുന്ന കാര്യമാണ്, പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഞാൻ കർത്താവിനോട് കൊതിയോടെ ചോദിക്കുന്നതാണ്, കൊതിച്ച് ചോദിക്കുന്നതാണ്. അപ്പാ, എന്നെ കേൾക്കുന്നവർ, ഞാൻ പ്രാർത്ഥിക്കുന്നവർ, അവർ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, എനിക്ക് ആ ബ്യൂട്ടി വെളിപ്പെട്ട് കാണണം. അവരിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ അവരിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടണം. യെസ്, പ്രൈസർ ഫാമിലിയുടെ ആ ഒരു വിഷൻ അതാണ്. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ അനുഗ്രഹ പാത്രങ്ങളായിരിക്കണമെന്നല്ല, നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായിരിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. എത്രത്തോളം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമോ അത്രത്തോളം നിങ്ങൾ മറ്റുള്ളവർക്ക്, ഒപ്പമുള്ളവർക്ക്, തകർന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുഗ്രഹമായി മാറണം. അതെ, അങ്ങനെ ആ പന്നപ്പിശാചിനെ, കുടുംബങ്ങളെ തകർത്ത് കളയുന്ന, ജീവിതങ്ങളെ ആത്മഹത്യയിൽ ഒടുക്കിക്കളയുന്ന, തലമുറകളെ നശിപ്പിച്ച് കളയുന്ന ആ പന്നപ്പിശാചിനെ തകർത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അത് എൻ്റെ കൊതി. അതാണ് പ്രൈസർ ഫാമിലിയുടെ വിഷൻ. അതുതന്നെ. എങ്ങനെ ആബ്രഹാം ഒരു അനുഗ്രഹമായി മാറുന്നു നോക്കൂ. ആബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ആബ്രഹാമിന് ധാരാളം മക്കളെ നൽകി. സന്തോഷമുള്ള കാര്യം. അത് ആബ്രഹാമിൽ തീർന്നുവോ? നിങ്ങളിപ്പോൾ എന്നെ വിശ്വസിക്കുന്നുവോ? എന്നെ ഞാൻ പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടോ? ആ വിശ്വാസത്തിന് ഒരു പിതാവുണ്ട്. അറിയാമോ? ആ പിതാവിന്റെ പേര് ദൗർഭാഗ്യവശാലല്ല, ഭാഗ്യവശാൽ ആബ്രഹാം എന്നാകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ പിതാവിന്റെ പേര് ആബ്രഹാം എന്നാകുന്നു. ആബ്രഹാമിന് മുമ്പ് വിശ്വാസം ഉണ്ടായിരിക്കാം. അതൊരു ബ്രാൻഡല്ല. ആബ്രഹാം വിശ്വാസത്തിന്റെ ബ്രാൻഡ് നെയിമായി മാറുന്നു. വിശ്വാസത്തിന്റെ അപ്പനായി മാറുന്നു. ഞാനും നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ആ വിശ്വാസത്തിനൊരു പിതാവുണ്ട്, ഒരു ബ്രാൻഡ് നെയിമുണ്ട്. അതാണ് അബ്രഹാം.
അബ്രഹാം. ആ വിശ്വാസമാണ് നിങ്ങളെയും എന്നെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ബ്രാൻഡ് നെയിമിന് കീഴിൽ ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിലർ ചോദിക്കും, ഈ പുതിയ നിയമം ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവദാസനെ നിങ്ങൾ ഇതെന്തൊക്കെയാണ് പറയുന്നത്? അബ്രഹാം അയ്യോ വിശ്വാസികളുടെ പിതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു, ഞങ്ങളുടെ പേര് അനുഗ്രഹം, അയ്യോ യേശു ക്രിസ്തു, അയ്യോ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു തന്നെ. അതുകൊണ്ട് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി. സങ്കടം വന്നു. ചിലർക്ക് ഭയങ്കര സംശയമാണ് എല്ലാത്തിലും. നോക്കി, ഗലാത്യ ലേഖനം 3-14 എന്താ എഴുതിയിരിക്കുന്നത്? അബ്രഹാമിന്റെ വാഗ്ദത്തം ക്രിസ്തുവേശുവിൽ, ഇൻ ക്രൈസ്റ്റ്, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് വരേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിച്ചുകൊള്ളുവിൻ. എല്ലാം കിടക്കുന്നത് പഴയ നിയമത്തിലാ. ആമേൻ. ആ അനുഗ്രഹം തന്നെയാ, തലമുറകളുടെ അനുഗ്രഹം തന്നെയാ, വർധനവ് തന്നെയാ, മാന്യത തന്നെയാ. ആബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ആബ്രഹാമിന്റെ വിശ്വാസത്തെ ബ്രാൻഡാക്കി. ആ ബ്രാൻഡിലൂടെ നിങ്ങളെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വിടുതലായി മാറുന്നു. കർത്താവ് യേശു ക്രിസ്തു ആ സ്ത്രീയോട് പറയുകയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്തായിരുന്നു അവരുടെ വിശ്വാസം? ഞാൻ യേശുവിനെ തൊടും, യേശു എന്നെ സൗഖ്യമാക്കും, ഞാൻ യേശുവിനെ തൊടും, ഞാൻ യേശുവിനെ കാണും. അവൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ചിന്തയുണ്ടായിരുന്നു, ഇന്ന് ഞാൻ യേശുവിനെ കാണും, യേശുവിനെ തൊടും. അതെ, യേശുവിനെ കണ്ട് തൊട്ട് അനുഗ്രഹിക്കപ്പെടുന്നവരല്ല, അനുഗ്രഹം പ്രാപിച്ച് അനേകർക്ക് അനുഗ്രഹമായി മാറുന്നവരായി നിങ്ങൾ മാറട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി പേരെ നിങ്ങൾ കൂട്ടിവരുത്തുകയും ചെയ്യുക. ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക പ്രൈസർ ഫാമിലിയിലേക്ക്. അതെ, നിങ്ങൾ വിടുവിക്കപ്പെടുക നിങ്ങളുടെ ആവശ്യമാണ്. അത് അങ്ങനെ സംഭവിക്കും. ഒപ്പം ഞങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അനേകർക്ക് വിടുതലായി മാറും. അത് ദൈവം ഞങ്ങൾക്ക് നൽകിയ ഉറപ്പാണ്. ആ ഉറപ്പ് ഇന്നും അനേക സ്ഥലങ്ങളിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും നിറവേറും. ഒരു കാര്യം മറക്കണ്ട, ഇതുപോലെ എല്ലാ ദിവസങ്ങളിലും അനുഗ്രഹീതമായ മെസ്സേജുകൾ കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഈ പ്രോഗ്രാം മറ്റനേകരിലേക്ക് എത്തിക്കുവാൻ, കർത്താവിൻ്റെ വേലയിൽ ഭാഗഭാക്കുകളായി മാറുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. എങ്ങനെ? ഈ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്തുകൊണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. കണ്ണടച്ചോ പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതിവരുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. ഒപ്പം ഇവർ അനേകർക്ക് അനുഗ്രഹവുമായി മാറട്ടെ. രോഗികളായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുന്ന കൃപ, വിട്ടുമാറാതെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. ആ ട്യൂമറുകൾ മാറിപ്പോകട്ടെ. ചില തടിപ്പുകൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമ്മേൻ ആമേൻ. അസ്ഥി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന രോഗങ്ങൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. വിശാലതയുടെ അനുഭവം ഒരുക്കട്ടെ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. ജോലി നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന നന്ദി കർത്താവ്. കുടുംബജീവിതങ്ങൾ തകർന്നായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ഭർത്താവ് മടങ്ങി വരിക, ഭാര്യ മടങ്ങി വരിക. സ്തോത്രം. അസാധ്യം സാധ്യമായി മാറുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ബന്ധനം അഴിയുക. വിദ്യാഭ്യാസത്തിന് മേലുള്ള ബന്ധനം അഴിയുക. വഴി തുറക്കപ്പെടുക. അഡ്മിഷൻ കിട്ടുക. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക. റിസൾട്ട് ഉണ്ടാകുക. പരാജയം വിട്ടുമാറുക. പരാജയപ്പെടുത്തുന്ന പിശാചു ഓടിപ്പോകുക. താങ്ക് ഗോഡ്. തലമുറകൾ വിടിവിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ. എല്ലാ മോശം സ്വഭാവങ്ങളും മാറിപ്പോകട്ടെ. ആമേൻ ആമേൻ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. പ്രാർത്ഥിച്ചോട്ടെ. പുനർവിവാഹങ്ങൾക്കായി പ്രാർത്ഥിച്ചോട്ടെ. ഏറ്റവും നല്ലത് നഷ്ടപ്പെട്ടതിലും അധികം നല്ലത് കർത്താവ് നൽകി മാനിക്കുവാൻ പോകുക. ഏറ്റവും നല്ല ഭവനം നൽകി, നഷ്ടപ്പെട്ട ഭവനത്തിൽ നല്ല ഭവനം നൽകി കർത്താവ് മാനിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. പ്രാർത്ഥിച്ചോട്ടെ. എല്ലാ കച്ചവട സംരംഭങ്ങളും സ്വദേശത്തും വിദേശത്തും ചെയ്യുന്ന പലരും വിസ പ്രോബ്ലങ്ങളിൽ പെട്ടായിരിക്കുന്നുണ്ട്. അതെ, ഘടിപ്പിക്കപ്പെടട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. സ്പോൺസറുമായുള്ള ഇഷ്യൂസ് മാറട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ശുശ്രൂഷകന്മാർ അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിന് തക്കവണ്ണമുള്ള സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ
ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ച് കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.